ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗിന്റെ കൂടെ അടുത്ത ദിവസത്തെ മോർണിംഗും കുറച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈവനിങ്ങിൽ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഗീ റൈസും ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആദ്യം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്കായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് അത് ഇപ്പം തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ചിങ്ങനെ കട്ട പിടിക്കുന്നുണ്ട് ഉപ്പ്. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിരുന്നാൽ അത് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് ചില്ലി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് റെഡ് ചില്ലി പേസ്റ്റ് ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ റെഡ് ചില്ലി പേസ്റ്റ്, പിന്നെ കുറച്ച് യോഗേർട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അധികം പുളിയില്ലാത്ത തൈര്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ്. മീൻസ് ഇതിപ്പോൾ ഞാൻ വലിയ നാരങ്ങയായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് ഓണിയൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഫ്രൈഡ് ഓണിയൻസ് കുറച്ച് അതും കൂടെ പൊടിച്ച് ചേർക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്നത് ജോന്നയാണ്. ജോന്ന അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇപ്രാവശ്യം ഈ ഹോം ടൂർ എടുത്തപ്പം അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. അപ്പൊ അന്നത്തെ ദിവസം തന്നെയാണ് വൈകിട്ട് ഞാൻ ഇതും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫ്രൈഡ് ഓണിയനൊക്കെ നന്നായിട്ട് പൊടിച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ എനിക്ക് വലത് കൈ വയ്യ, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുമ്പോഴത്തേലും ഞാൻ ഗ്ലൗസും കൂടെ ഇട്ടിട്ടാണ് ചെയ്തത് കേട്ടോ. കാരണം ഇത് നല്ല ഇത് കളറും എരിവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ പിന്നെ ചിക്കൻ വെക്കുന്ന അതിലേക്ക് കറി വെക്കാനായിട്ട് അതിലേക്ക് ഞാനൊരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് പ്യൂരി ഉണ്ടാക്കാനാണ്, അതുകൊണ്ട് അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അത് കുക്കറിൽ വെച്ചിട്ട് ഓൺ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഗീ റൈസിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ആകെ ഒരു 2.5 ഗ്ലാസ് ആ കപ്പ് ഉണ്ടല്ലോ, മെഷറിംഗ് കപ്പ്, അതിലേക്ക് ഒരു 2.5 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുക്കുവാണ്. കാരണം പിറ്റേ ദിവസം ഉച്ചത്തേക്കും എടുക്കാൻ പറ്റും. പിന്നെ ജോനയൊക്കെ കഴിക്കാനുണ്ട്. മമ്മിയും കൂടെ കഴിക്കാൻ വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മമ്മി വന്നില്ല. മമ്മിക്ക് കർക്കിടക കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് മമ്മി രാത്രി ഇത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നിരുന്നാലും അത് ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കി. പിറ്റേ ദിവസം ഉച്ചയ്ക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരി കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കും കേട്ടോ. ഒരു 20 മിനിറ്റ്സ് കുതിർത്താൽ മതി. അപ്പോൾ അത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് വറുത്തെടുക്കണം. അപ്പം ഞാനത് എണ്ണയിലിടണ്ടെന്ന് വിചാരിച്ചിട്ട് എയർ ഫ്രയറിൽ അതൊന്ന് അതൊരു 24 മിനിറ്റ്സ് ആണ് അത് ഫുൾ ഫ്രൈ ചെയ്യാനുള്ള ടൈം. ഞാനൊരു 12 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് എയർ ഫ്രയറിൽ ഇതൊന്ന് പകുതി ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പം അത് എയർ ഫ്രയറിലും വെച്ചിട്ട് അടുത്ത് ഞാൻ ഗീ റൈസിൻ്റെ പരിപാടി ചെയ്യുവാണേ. അപ്പം അതിലേക്ക് പാൻ വെച്ചു, അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഗീ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഗീ റൈസ് എന്ന് തന്നെയല്ലേ പേര്, അതുകൊണ്ട് ഗീ ഒഴിച്ചിട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ആദ്യം ഒന്ന് വറുത്ത് കോരി എടുക്കുവാണേ. അപ്പം ഇതും കൂടെ ഇടുന്നുണ്ട്, റൈസിൻസും കൂടെ ഇടുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് ഫ്രൈ ആയി വരുമല്ലോ, അതുകൊണ്ട് ആദ്യം ഈ കാഷ്യൂനട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റിയതിന് ശേഷമാണ് ഞാൻ ആ റൈസിൻസ് ഇടുന്നത് കേട്ടോ.
ഇത് നിർബന്ധമല്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അല്ലാതെ ഇത് കഴിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പൊ ഇതിൽ കൂടെയൊക്കെ ആകുമ്പോഴത്തേല് അതങ്ങ് കഴിക്കും. അതുകൊണ്ടാണ് അതില് ഇങ്ങനെ ചെയ്യുന്നത്. ഗീ റൈസിൽ ഇതിപ്പോ നിർബന്ധമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നു. അപ്പോൾ അടുത്തത് റീസിൻസും ഇങ്ങനെ വറുത്തെടുക്കുവാണ്. അപ്പോൾ ആ ഗീയിൽ തന്നെയാണ് ബാക്കി നമ്മൾ ചെയ്യുന്നതൊക്കെ. അപ്പൊ ആദ്യമേ ഇതൊക്കെ വറുക്കാനുള്ളത് മുഴുവൻ വറുത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ. അപ്പോൾ കുറച്ച് നെയ്യുടെ കുറവ് തോന്നിയത് കൊണ്ട് ഒരല്പം കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് തീയൊക്കെ കുറച്ചിടുവാണ്. എന്നിട്ട് ഇതിലേക്ക് റോ മസാലാസാണ് ആദ്യം ഇടുന്നത്. അത് ഒരു ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക, പിന്നെ ഒരു സ്റ്റാർ സീഡ്, പിന്നെ ഒരു 2 ബേ ലീവ്സ്. ഇതൊന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കും. അതൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്താണ് പിന്നെ അടുത്തത് ചേർക്കുന്നത്. ഞാൻ അടുത്തത് ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയും പച്ചമുളകും കൂടെ. അപ്പോൾ സവാളയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പൊ ക്യാരറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അല്ലാതെ തന്നെ ഉണ്ടാക്കുക. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയും വേണം. രാവിലെയൊക്കെ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ക്ഷീണമായി. അപ്പോൾ വൈകിട്ടത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗീ റൈസ് ഇങ്ങനെ തന്നെ അങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റനായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആവുമൊന്നും വേണ്ട. അപ്പോൾ അതൊന്ന് സോഫ്റ്റനായതിനു ശേഷം ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും ഗീ റൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേലും ബിരിയാണി ചെയ്യുമ്പോഴേക്കും ഞാൻ ഈ അരി ഇതുപോലെ കഴുകി ഒരു 20 മിനിറ്റ് കുതിർത്ത് അതിനെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കും കേട്ടോ. ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കും. വറുത്തതിന് ശേഷം അത് ഒന്ന് അരിയൊക്കെ പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേല് തിളച്ച വെള്ളമാണ് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ട് അത് അവിടെ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് വെച്ചപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാഫായിട്ട് ഇതാക്കിയിട്ടുള്ളൂ, ഫുൾ കുക്ക്ഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ട് സെക്കൻഡ് ബാച്ച് അതിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഇവിടെ അരി ഏകദേശം പൊട്ടിത്തുടങ്ങി. അപ്പം ഞാനൊരു 2.5 ഗ്ലാസ് 2.5 ആ മെഷറിംഗ് കപ്പിൽ ഒരു 2.5 കപ്പ് അരിയാണല്ലോ എടുത്തത്. ഒരു കപ്പിന് 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഒരു കപ്പ് ഈ മെഷറിംഗ് കപ്പിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പം ഞാൻ ടോട്ടൽ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2.5 കപ്പ് അരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 4 കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ ക്യാരറ്റൊക്കെ കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത്. പിന്നെ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത്, തണുത്ത വെള്ളം ഒഴിക്കരുത് കേട്ടോ. അരി വറുത്ത് കഴിഞ്ഞാലായിട്ട് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അത് ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് എന്ന് വെച്ചാൽ കുറച്ച് മുന്നിൽ നിൽക്കണം കേട്ടോ ഉപ്പ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയാറുണ്ടല്ലോ, ഈ അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ എടുത്ത് പറയുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു നാരങ്ങ കൂടെ ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. കാരണം അരി പരസ്പരം ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ബിരിയാണിയിലും ഗീ റൈസിലും എല്ലാത്തിലും ഞാൻ ഇങ്ങനെ നാരങ്ങ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പുതിനയിലയും മല്ലിയിലയും ഇടണം. എൻ്റെ കയ്യിൽ മല്ലിയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് പിന്നീട് ഞാൻ അത് ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബാച്ച് ഞാൻ ചിക്കനും കൂടെ എയർ ഫ്രൈ ചെയ്യാനായിട്ട് അതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് എനിക്ക് ഹെൽപ്പറും കൂടി ഉള്ളത് കൊണ്ട് പുള്ളി താഴെ നിന്നതുകൊണ്ട് പുള്ളി അത് മാറ്റി ഫിറ്റ് ചെയ്ത് തന്നു.
അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കൂടെ ഇടുവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അല്ലാതെ ഉള്ളിയൊക്കെ നമ്മൾ വറുത്ത് ഇടാറുണ്ടല്ലോ, അതിന് പകരമായിട്ട് ഞാൻ ഫ്രൈഡ് ഓണിയനും കൂടെ ഇട്ടു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇത് കാഷ്യൂം ഇതെല്ലാം മല്ലിയിലയൊക്കെ പിന്നെ ഒരുമിച്ചിടും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇൻഡക്ഷൻ കുക്കറിൽ കൊണ്ട് വെച്ചിട്ട് ഇതൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ഈ ഇതുണ്ടല്ലോ, കശുവണ്ടിയും റീസിൻസും ഒക്കെ വറുത്തതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടത് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും അതിലിരുന്ന് അത് ബാക്കിയും കൂടെ അങ്ങ് വെന്തോളും. ഇല്ലെങ്കിൽ പിന്നെ അരി നന്നായിട്ട് വെന്ത് പോയിട്ട് കുഴഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇത് കണ്ടോ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ഞാൻ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഞാൻ ഈ അതിൻ്റെ മറ്റേ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, കുങ്കുമപ്പൂ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വീഡിയോ ഞാൻ അതിൽ റെക്കോർഡായില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ ഗീ റൈസ് റെഡി ആയതിനു ശേഷം ഇനി അടുത്ത് ചിക്കൻ കറിയുടെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രഷർ കുക്കറിൽ വെച്ച ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിതാ ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് കുറച്ച് കാഷ്യൂനട്ടും കൂടെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇതിലേക്ക് അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റൗവിൽ പാൻ വെച്ച് പാനൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഒരുവിധം കറികളൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊന്നും ഞാൻ ചേർക്കാറില്ല. അതിലേക്ക് പിന്നെ ഒരു 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരുന്നത്. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ വഴറ്റാനിട്ട് കൊടുത്തിട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തു. ബട്ടർ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബട്ടറും കൂടെ ഇതാക്കിയിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആവണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നല്ല ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒരു എൻ്റെ കയ്യിലുള്ള ഈ ടീസ്പൂണ് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് ടീസ്പൂണിനേക്കാളും ചെറിയ സ്പൂണാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൂടുതലായിട്ട് ഇങ്ങനെ മസാല ഇടുന്നത് പോലെ തോന്നുന്നത്. ആക്ച്വലി ഒരു 2 സ്പൂൺ അതിലത് ചേരുന്നതാണ് 1 ടീസ്പൂണായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടുമ്പോൾ അത് 4 ഇടുമ്പോഴത്തേലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ടീസ്പൂണാണ്. അപ്പോൾ കാണുമ്പോൾ തോന്നും 4 സ്പൂൺ ഇടുന്നെന്ന്, പക്ഷേ അത് വളരെ ചെറിയ സ്പൂണാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒഴിക്കേണ്ടിയിരുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. പക്ഷെ ഞാൻ ആദ്യമേ ഇതെടുത്തു, ചിക്കൻ അതിലേക്ക് ഇട്ടു കേട്ടോ. ടൊമാറ്റോ പ്യൂരി ഒന്ന് ഇതാക്കിയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ടൊമാറ്റോ ആണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് അതിൽ ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആദ്യമാണ് ചെയ്യുന്നത് എങ്കിൽ മസാല അതിലൊന്ന് നന്നായിട്ട് ആ ടൊമാറ്റോയിൽ പിടിക്കുമായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഇതായിപ്പോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് പിന്നെ ബാക്കി കുറച്ചും കൂടെ ആ മിക്സി കഴുകി ആ ടൊമാറ്റോയുടെ ബാക്കി ആ പേസ്റ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മുടെ ഗ്രേവിയുടേതനുസരിച്ച് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ ഒരുപാട് നമുക്ക് ഇത് ചേർക്കാം. കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. എനിക്ക് ഇപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഇത് വേണ്ടത്. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് ഇനിയും വേറെ ഈ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർക്കുമ്പോഴത്തേൽ
കറി പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നിരുന്നാലും അത് വേഗം കുറുകി വരും. തീരെ വെള്ളമില്ലാതിരുന്നു കഴിഞ്ഞാൽ ആകെ ഫ്രൈ പോലെ ആയിപ്പോവും. പിന്നെ അങ്ങനെ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ചിക്കൻ ആയിരുന്നിരുന്നാലും പകുതിയല്ലേ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇതിലിരുന്ന് വേകണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ആ ചിക്കനും കൂടെ വേവണമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് കുക്ക് ചെയ്യുകയാണേ. ലാസ്റ്റായിട്ട് ആണ് അതിൽ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ആ ചിക്കനും മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തൊക്കെ നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം അത് അടച്ചു വെച്ച് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം ഞാൻ കാഷ്യൂ നന്നായിട്ട് അരച്ച് അതിൻ്റെ പേസ്റ്റ് കൊണ്ടുവന്ന് ഒഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ കാഷ്യൂ ഒക്കെ ഇങ്ങനെ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുട്ടികളൊക്കെ മോസ്റ്റ്ലി എൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ അതെ കാഷ്യൂ ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അവരിത്രയും വലുതായെങ്കിലും അവർ കഴിക്കില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രിക്ക് ഇങ്ങനെയൊക്കെയാണ്. കറിയിലൊക്കെ ഇങ്ങനെ കാഷ്യൂ, പിന്നെ ഇതിലൊക്കെ ഗീ റൈസിലും ബിരിയാണിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരതെടുത്ത് മാറ്റും. അപ്പോൾ കഴിവതും ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കറികളിൽ ഇങ്ങനെ കാഷ്യൂ പേസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ ചട്നിയിൽ അങ്ങനെയൊക്കെ ഉള്ളതിൽ, ഇപ്പം മുട്ടക്കറിയൊക്കെ വെക്കുവാണെങ്കിൽ അതിലൊക്കെ ഞാനിങ്ങനെ കാഷ്യൂ പേസ്റ്റ് അരച്ച് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ആ ടേസ്റ്റ് കൊണ്ട് അവർ കഴിക്കുകയും ചെയ്യും, ഈ സാധനം അകത്ത് പോവുകയും ചെയ്യും. ഇവിടെ ഇപ്പം സാഞ്ചേട്ടനും ഞാനും മാത്രമാണെങ്കിലും അതെ, ഞങ്ങൾ രണ്ടുപേരും ഇത് മേടിച്ച് വെച്ചിരുന്നിരുന്നാലും ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. ഞങ്ങൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കൂടുതലും. അപ്പോൾ കറിയെല്ലാം വെച്ച് കഴിഞ്ഞ് കാഷ്യൂ പേസ്റ്റൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടു. ഉപ്പൊക്കെ നന്നായിട്ട് കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ, ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേല് കറിയുടെ ടേസ്റ്റ് പിന്നെ പറയണ്ട, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എന്നാൽ വലിയ എരിവുമില്ല, കുറച്ച് എന്താ പറയുന്നത്, ആ കാഷ്യൂ പേസ്റ്റിൻ്റെയും ഈ ഫ്രഷ് ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റ് കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് കഴിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ ഇതുവരെ ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ അല്പം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് അങ്ങനെ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേല് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം ഒരു 2 പിഞ്ച് മതി, ഒരു 1/4 ടീസ്പൂൺ അത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേല് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ഈ കറി കഴിക്കുകയും ചെയ്തു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി. അപ്പം നിങ്ങളും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലും അതെ, ഹസ്ബൻഡിനും അതെ നല്ല ഇഷ്ടപ്പെട്ടു, പിന്നെ ജോനയ്ക്കും അതെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ സാലഡിന് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, കേടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഗ്രീക്ക് യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രീക്ക് യോഗേർട്ടിലാണ് സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു സവാള, 1.5 സവാളയുണ്ട് കേട്ടോ. അത് 1.5 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് അതും, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. പൊതുവേ ഞാൻ ഉണ്ടാക്കുന്ന സാലഡിൽ ഞാൻ ടൊമാറ്റോ ചേർക്കാറില്ല. കാരണം ടൊമാറ്റോ ചേർക്കുമ്പോഴത്തേല് സാലഡ് പെട്ടെന്ന് അങ്ങ് കേടായി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ടൊമാറ്റോ ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും ടൊമാറ്റോ ചേർക്കുമ്പോഴത്തേല് ഇത് പെട്ടെന്ന് പുളിയും കൂടുതലാവും, പിന്നെ കുറച്ച് പെട്ടെന്ന് കേടാവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരിക്കലും ടൊമാറ്റോ ഇതിൽ അങ്ങനെ ചേർക്കാറില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഇതിന് വേണ്ടിയിട്ട്
മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, പക്ഷേ ഞാൻ ക്യാരറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ചിക്കൻ കറിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിക്കൻ അങ്ങനെ കറി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചിക്കൻ കറി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം, ഇതെല്ലാം വെച്ചതിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ആ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതിലൊരു കപ്പ് അരിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ആദ്യം തേങ്ങയാണ് അരച്ചെടുക്കുന്നത്, അതിന് ശേഷം അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാറുണ്ട്. അപ്പത്തിനൊക്കെ എല്ലാവർക്കും അരയ്ക്കാനറിയാം, പക്ഷേ കുറേ പേരൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ല, കുറച്ച് ഇങ്ങനെ കട്ടി കൂടുതലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന അപ്പം ഇതുവരെ കുഴപ്പം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. ആദ്യം തേങ്ങയൊന്ന് ഒരു കപ്പ് അരിക്ക് ഒരു അരക്കപ്പ് മുതൽ 1/4 കപ്പ് വരെ തേങ്ങ ചേർക്കാം കേട്ടോ. അത് ചേർത്ത് അതൊന്ന് ജസ്റ്റ് അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അപ്പത്തിന് അരച്ച് വെക്കുമ്പോഴത്തേലും ഒരുപാട് അരച്ച് വെക്കരുത്. ഒരുപാട് അരച്ച് വെച്ച് കഴിഞ്ഞാലായിട്ട് അത് ഒരു ദിവസമോ 2 ദിവസമോ കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് നല്ല ശരിക്കുള്ള ഒരു അപ്പം കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് ഒരു 2 ദിവസത്തേൽ കൂടുതൽ അപ്പത്തിന് അരച്ച് വെക്കരുത്. പിന്നെ അപ്പത്തിന് അരയ്ക്കാൻ അറിയാവുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക. ഇത് ഞാൻ കുട്ടികളെയും കൂടെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിയും തേങ്ങയും അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം, എൻ്റെ കയ്യിലുള്ള അതെന്ന് പറയുന്നത് ഒരു 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, ഇതാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ചോറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ടാണ് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുത്തത്, കാരണം നമുക്കിതൊക്കെ ഒരു കൈയളവാണല്ലോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് റെക്കോർഡായില്ല, അത് എന്ത് പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചിലതൊന്നും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ റെക്കോർഡാവുന്നില്ല. അപ്പോൾ അതും കൂടെ അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. 8 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് പൊങ്ങി വരും കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ അങ്ങനെയായിരുന്നു. അതിൻ്റെ ഇതായിരുന്നു ഞാൻ കാണിച്ചത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേതാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ അപ്പവും കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാൻ കുറച്ച് ടയേർഡായിപ്പോയി. അതുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസം രാവിലെ അത് ഉണ്ടാക്കാൻ വയ്യായിരുന്നു. അപ്പം ഞാനൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഫുള്ളി ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുട്ട ഓംലേറ്റ് ചെയ്യാനായിട്ട് മുട്ടയും സവാളയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, അതിനൊരുപാട് താങ്ക്സ്. ഇനിയും കൂടുതൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്ഫുള്ളാണ് ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ബ്രെഡ് സാൻഡ്വിച്ച് ടൈപ്പ് ബ്രെഡാണ് മേടിച്ചത്. അപ്പോൾ ആ ബ്രെഡ് ഞാനൊന്ന് ചൂടാക്കി മാറ്റി വെച്ചതിന് ശേഷം ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ ബ്രെഡ് ഞാൻ ഒന്ന് ചൂടാക്കിയ ബ്രെഡിലേക്ക് ബട്ടറും കൂടെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബട്ടർ തേച്ചിട്ട് അത് ബട്ടർ തേക്കുന്നതിന് മുന്നായിട്ട് ബ്രെഡ് എപ്പോഴും ഒന്ന് ചൂടാക്കിയിട്ട് തേച്ച് കഴിഞ്ഞാലായിട്ട് ബട്ടർ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ റോ ബ്രെഡിൽ തേക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ ബട്ടർ തേച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ എന്നും നമുക്ക് ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന്
ചെയ്തു കഴിഞ്ഞാലായിട്ട് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട മറിച്ചിട്ടപ്പോഴേക്കും കുറച്ചൊന്ന് പുറത്തോട്ട് സ്പ്ലാഷ് ചെയ്തു. അങ്ങനെ അപ്പോൾ അത് ഇങ്ങനെ 2 പീസ് ബ്രെഡ്, മുട്ട ഇതൊക്കെ വെച്ചിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേൽ നല്ല നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഒരു 2 പീസ് ബ്രെഡ്, മുട്ട, പാല് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേൽ ഇനഫാണ്. ഒരു ഉച്ച വരെ നന്നായിട്ട് വിശക്കാതിരിക്കുകയും ചെയ്യും, നല്ലൊരു ഫില്ലിങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊരിച്ചു. ഇനി അടുത്തതും കൂടെ ഞാൻ പൊരിക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ വരുമ്പോഴത്തേലും ഇങ്ങനത്തെ ഓരോരോ സൂത്രപ്പണികൾ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എല്ലാ ദിവസവും അല്ലാണ്ട് കറക്റ്റായിട്ട് ദോശ, ഇഡ്ഡലി ഇങ്ങനത്തെ ആകുമ്പോഴത്തേൽ കഴിക്കുന്നവർക്കും ബോറ്, ഉണ്ടാക്കുന്നവർക്കും ബോറ്. അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് മാറാനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തലേദിവസം ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം ഇപ്പോഴും ഉണ്ട്. 2 ദിവസമായിട്ട് ബോഡി നല്ല ഇതിലല്ല, ഭയങ്കര ഒരു ബോഡി പെയിനും ക്ഷീണവും ഒക്കെ അങ്ങനത്തെ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ മുട്ട ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെയൊക്കെ വീണു. അത് അപ്പം തന്നെ അങ്ങ് തുടച്ച് കഴിഞ്ഞാലായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റിലും ഞാനിതുപോലെ ബട്ടറൊക്കെ തേക്കുവാണ്. ഞാനിങ്ങനെ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നത് മീൻസ് അത് ചെയ്യുന്നവർക്ക്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ഒരു എളുപ്പമായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കും ബ്രെഡിൽ ബട്ടർ ചേർക്കാൻ എന്താ അറിയത്തില്ലേ എന്ന് തോന്നും. പക്ഷെ ഒന്നും അറിഞ്ഞൂടാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബ്രെഡും മുട്ടയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബെറീസും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആവും. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോബെറി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലുലുവിൽ പോയപ്പോൾ. അപ്പോൾ ഒരു 3 സ്ട്രോബെറി ഓരോരുത്തർക്കെന്നുള്ള രീതിയിൽ സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ചു. ഓംലെറ്റ്, സ്ട്രോബെറി, പിന്നെ കുറച്ച് ബ്ലൂബെറിയും കൂടെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂബെറി ഇത് ഡ്രൈഡാണ്, ഫ്രഷ് ബ്ലൂബെറി അല്ല, ഡ്രൈ ബ്ലൂബെറിയാണ്. പക്ഷേ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേൽ നമുക്ക് കംപ്ലീറ്റ് ഫുഡാണ്, നല്ല ഫില്ലിങ്ങുമാണ്. അപ്പോൾ ഇങ്ങനത്തത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ 2 ഗ്ലാസ് പാലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.